പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 18 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചത് നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം കാത്തുപരിപാലിച്ചത്. നമ്മുടെ സകല ആവശ്യങ്ങളിലും കർത്താവ് കൂട്ടായിട്ടിരുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങളിൽ നമ്മളെ വിടുവിച്ചു. രോഗദുഃഖങ്ങളിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിച്ചു. നമുക്ക് തന്ന നല്ല കഴിഞ്ഞ പകൽക്കാലം നല്ല അത്ഭുതകരമായി നടത്തിയ കർത്താവിന് കരമുയർത്തി പറഞ്ഞാട്ടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചില്ലേ, സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചില്ലേ, ആവശ്യങ്ങളിലൊക്കെയും കൂട്ടായിട്ടിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഈ പ്രഭാതം നമ്മളെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം 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 സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അത്ഭുതമായി നടത്തി. നമ്മുടെ യാത്രകളിലൊക്കെയും കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും നമ്മളെ വിടുവിച്ചു. ഇത്രത്തോളം അത്ഭുതകരമായി നടത്തിയ ദൈവകൃപയ്ക്ക് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ശബ്ദമുയർത്തി കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ട്, സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. 57 സങ്കീർത്തനം 10 വാക്യം പറയുന്നു, കർത്താവിൻ്റെ ദയ ആകാശത്തോളവും കർത്താവിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതല്ലോ. കർത്താവിനോട് പറ, കർത്താവേ എന്നോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, എന്നോടുള്ള അങ്ങയുടെ വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം, എന്നോടുള്ള അങ്ങയുടെ സ്നേഹം അമേൻ വലുതാകിയാൽ സ്തോത്രം. ദൈവമേ, അങ്ങ് ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. കർത്താവിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയല്ലോ, അതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ വോയിസ് മെസ്സേജ് കേൾക്കുന്ന ഓരോരുത്തരെയും, ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൂതന്മാർ ഇവർക്ക് കാവലായി നിൽക്കട്ടെ. അനർത്ഥങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകട്ടെ. ശത്രുവിൻ്റെ സകല പ്ലാനുകളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം വലിക്കത്തിൽ എന്നുള്ള തിരുവെഴുത്ത് പ്രകാരം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, രക്തത്താൽ മറയ്ക്കുന്നു. ദൈവിക അത്ഭുതം കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിന് സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് പൈൽസ് രോഗത്താൽ ഭാരപ്പെടുന്നവർ നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സൗഖ്യം അവർക്കും ഉണ്ടായിരിക്കുന്നതിനായി സ്തോത്രം. വെരിക്കോസ് വെയിൻ മുഖാന്തരം ആമേൻ ഉണ്ടായിരിക്കുന്ന കോംപ്ലിക്കേഷനുകൾ, ആമേൻ അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിപൂർണ്ണ സ്വസ്ഥമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യുന്ന കർത്താവേ, ജോലി വിഷയമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം മാറിപ്പോട്ടെ. ജോലി സ്ഥലത്തുള്ള മാനസിക വ്യതകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവേ, കുഞ്ഞുങ്ങളുടെ വിവാഹമായിട്ടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. കുടുംബജീവിതം അനുഗ്രഹമായി തീരട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, മക്കളുടെ അഡ്മിഷന് വേണ്ടി ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തക്കതായ അഡ്മിഷനുകൾ ലഭിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ആമേൻ. ഇന്ന് ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാടും ഇന്നത്തെ ദിവസം നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും മീറ്റിങ്ങുകളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷക്തന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഇന്ന് പൽക്കാലം നടക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 30 വാക്യം നമുക്ക് വായിക്കാം. ജോൺ ചാപ്റ്റർ 19:30. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ്
തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആമേൻ, നിവർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായ ഒരു വേർഡാണ്. അതായത് മിഷൻ അക്കംപ്ലിഷ്. അതായത് തന്നെ ഭൂമിയിൽ ഏൽപ്പിച്ച ദൗത്യം എന്ത് തന്നെയായിരുന്നു അത് പൂർത്തീകരിച്ചു എന്നുള്ള വാക്കാണ്. അതായത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്നെ എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് അയച്ചോ, എന്നെ എന്ത് ദൗത്യമാണോ എൻ്റെ പിതാവ് ഏൽപ്പിച്ചത്, ആമേൻ, അത് ഫിനിഷ് ആയിരിക്കുന്നു, അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇന്ന് ലോകത്തെമ്പാടും ഗുഡ് ഫ്രൈഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതായത് ആദം മുതൽ യേശു ക്രിസ്തു വരെ പല വിധത്തിൽ ആമേൻ പിതാവായ ദൈവം മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ പല പദ്ധതികളുണ്ടായിരുന്നു. എന്നാൽ അവസാന യാഗമായി യേശു ക്രിസ്തു ഇറങ്ങി വന്ന് കാൽവറിയിൽ തൻ്റെ ജീവൻ അർപ്പിച്ച് തൻ്റെ രക്തം ചൊരിഞ്ഞു കഴിഞ്ഞ് ആമേൻ താൻ എന്താണോ ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യം, ഒരു മനുഷ്യൻ്റെ വിടുതലിന് എന്താണോ ആവശ്യം, അത് പൂർത്തീകരിച്ചപ്പോഴാണ് യേശു വിളിച്ചു പറഞ്ഞത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവർത്തിയായിരിക്കുന്നു. ഇറ്റ് പെയ്ഡ് ഇൻ ഫുൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പെയ്ഡ് ഇൻ ഫുൾ. അതായത് ഒരാൾക്ക് കുറേ കടമുള്ള ആളായിരുന്നുവെങ്കിൽ ആ കടം കൊടുത്തു കഴിയുമ്പോൾ അവൻ ആ കടം ആരായിരുന്നോ അദ്ദേഹത്തിന് കടം കൊടുത്തത് ആ വ്യക്തി ഒരു രസീത് കൊടുക്കും. എന്നിട്ട് ആ രസീതിൽ ഒരു സ്റ്റാമ്പ് അടിക്കും, പെയ്ഡ് ഇൻ ഫുൾ. അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരു കുറ്റക്കാരൻ ജയിലിൽ കിടക്കുകയാണെങ്കിൽ ആ ജയിലിൻ്റെ വാതിക്കൽ ഈ കുറ്റക്കാരൻ്റെ പേരിലുള്ള ശിക്ഷ അല്ലെങ്കിൽ കുറ്റക്കാരൻ്റെ പേരിലുള്ള കുറ്റങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാകും. എന്നാൽ ആ കുറ്റത്തിന് തത്തുല്യമായ സമയം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ ആ സെല്ലിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ കാരാഗ്രഹത്തിൻ്റെ വാതിക്കൽ ആമേൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ വരും, പെയ്ഡ് ഇൻ ഫുൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അർത്ഥം താൻ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അതാണ് ആമേൻ ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി ഫുൾഫിൽ ദ ലോ, എല്ലാ ലോകളെയും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളെയും ഫുൾഫിൽ ചെയ്തു. ആമേൻ സാത്താൻ്റെ മുകളിൽ, മരണത്തിൻ്റെ മുകളിൽ യേശു ക്രിസ്തു ജയമെടുത്തു. ആമേൻ ആമേൻ പിതാവുമായിട്ടുള്ള ബന്ധം ആമേൻ തിരിച്ച് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലിനും സമാധാനമായിട്ട് ജീവിക്കാം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിയമത്തെ അല്ലെങ്കിൽ ആ പഴയ നിയമങ്ങളിലുണ്ടായിരുന്ന സകല നിയമങ്ങളെയും യേശു എന്ത് ചെയ്തു? ഫുൾഫില്ല് ചെയ്തു. യേശു എന്ത് ചെയ്തു? സാത്താൻ്റെ മുകളിൽ, മരണത്തിൻ്റെ മുകളിൽ ജയമെടുത്തു. അതുകൊണ്ട് നമുക്ക് ജയത്തോടെ ജീവിക്കാം. 3, ഹല്ലേലൂയ, സ്തോത്രം. പിതാവുമായിട്ടുള്ള ബന്ധത്തെ ആമേൻ മാനവരാശിക്ക് തിരിച്ചു തന്നു. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ പിതാവുമായിട്ടുള്ള കൂട്ടായ്മ എൻജോയ് ചെയ്ത് ജീവിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് വിശ്വസിക്കുക, അതേറ്റു പറയുക. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി സകലതും നിർവഹിച്ചു. കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി സകലതും നിർവഹിച്ചു. ആ വാക്കിൻ്റെ അർത്ഥം അതാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതായത് എൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായ, എനിക്ക് പിതാവുമായുള്ള ബന്ധത്തിന് ആവശ്യമായ ആമേൻ സാത്താൻ്റെ മുകളിൽ ജയകരമായ ജീവിതം എനിക്ക് നയിക്കേണ്ടതിന് എനിക്ക് വേണ്ടി യേശു ക്രിസ്തു സകലതും പൂർത്തീകരിച്ചു. ഇന്ന് ഞാൻ ജീവിക്കുന്നത് യേശു ക്രിസ്തുള്ള വിശ്വാസത്താൽ, എൻ്റെ പ്രൊക്ലമേഷനിലൂടെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി സകലതും നിർവഹിച്ചു. അതാണ് ഒരു ദൈവ പൈതൽ തിരിച്ചറിയേണ്ടത് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ നല്ല ദിവസം കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തു ക്രൂസിൽ എന്ത് അക്കംപ്ലിഷ് ചെയ്തു തന്നോ, എന്ത് പൂർത്തീകരിച്ചു തന്നോ, അതിൻ്റെ മുകളിൽ ഒരു വർക്കില്ല, അതിൻ്റെ മുകളിൽ ഒരു വർക്ക് ചെയ്യാനായിട്ടില്ല. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, കംപ്ലീറ്റ്ലി ഫിനിഷായി. അതുകൊണ്ട് ഇന്ന് ആ രക്ഷയിൽ സന്തോഷിച്ച് മുന്നേറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അവൻ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ്